നടക്കുന്നതിനും ആ നടുക്കം മാറുന്നതിന് മുമ്പാണ് ഇവിടെ കോട്ടയം മെഡിക്കൽ നഴ്സിംഗ് കോളേജിൽ ഉണ്ടായ പീഡനത്തിന്റെ അതിക്രൂരമായ അതിപൈശാചികമായ ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടത്. നമ്മളെല്ലാവരും ആ സോഷ്യൽ മീഡിയയിൽ അത്തരം പൈശാചികമായ രംഗങ്ങൾ കണ്ടു എന്ന് പറയുമ്പോൾ നമ്മളിൽ ഏറെ പേരും അത് പൂർണ്ണമായും കാണാൻ കഴിയാത്തവരാണ്. ആ ദൃശ്യങ്ങൾ അങ്ങനെ പുരോഗമിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, മെലിഞ്ഞു നീണ്ട ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ ശരീരം കാണുമ്പോൾ നമുക്കറിയാം ഒരു സമ്പന്ന ശരീരമല്ല. പാവപ്പെട്ട വീട്ടിലെ ഒരു ചെറുപ്പക്കാരൻ, കൂലിപ്പണിക്കാരായ മാതാപിതാക്കളുടെ മകൻ, ആ കുടുംബത്തിന് ഒരഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ച് ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ നേടി ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് പഠിക്കുമ്പോൾ ആ കുട്ടിയുടെ ഇരു കൈകളും കട്ടിലിന്റെ ക്രാസിയിലേക്ക് അവന്റെ ഉടുവസ്ത്രം ഊരി മാറ്റി ബന്ധിച്ചിരിക്കുക. അവന് രണ്ട് കാലുകളും രണ്ട് ദിശയിലേക്ക് വലിച്ചകത്തി ആ കട്ടിലിന്റെ ക്രാസിയിൽ ബന്ധിച്ചിരിക്കുക. ഇത് നിങ്ങളെല്ലാവരും കണ്ടതാണ്. അതിനുശേഷമാണ് സിറിഞ്ച് കൈകളിലെടുത്ത് മരുന്ന് കുത്തിവെച്ച് ഈ നാട്ടിലെ പാവപ്പെട്ട രോഗികളെ സംരക്ഷിക്കുവാനും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനും കാരുണ്യത്തിന്റെ കരസ്പർശമായി നാളെ ഈ സമൂഹത്തിൽ വിരാജിരിക്കേണ്ട നഴ്സിംഗ് വിദ്യാർത്ഥികളായ ചില കുട്ടികൾ, അവർ സിറിഞ്ച് കയ്യിലെടുക്കേണ്ട കൈകൾ കൊണ്ട് കുത്തിയിറക്കുകയാണ് കോമ്പസ് ആ കുട്ടിയുടെ തുടകളിലേക്ക്. അങ്ങനെ കുത്തിയിറക്കുന്ന കോമ്പസ് വലിച്ചൂരുമ്പോൾ പുഴയൊഴുകുന്നത് പോലെ രക്തമൊഴുകുക. അയാളുടെ മാറിടത്തിൽ ഡിവൈഡർ വെച്ച് വട്ടം വരയ്ക്കുക. അങ്ങനെ വട്ടം വരച്ച് കരയുമ്പോൾ കരയാൻ പോലും പ്രതിഷേധിക്കാൻ പോലും കഴിയാത്ത ആ കുട്ടി പറയുന്ന ഒരു വാചകമുണ്ട്, ഏട്ടാ മതി, എനിക്ക് വേദനിക്കുന്നുവെന്ന്. അപ്പോഴും പ്രതിഷേധിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ളതായ ഒരു മാനസികമായ അടിമത്തത്തിലേക്ക് 3 മാസങ്ങൾ കൊണ്ട് എത്തപ്പെട്ട ഒരു കുട്ടി. ഈ 3 മാസങ്ങളും ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ MLA ആയ മന്ത്രിയായ ബന്ധുക്കളെ വെച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് ഭരിക്കുന്ന VN വാസവൻ എന്ന ഒരു ജനനേതാവെന്ന് വിചാരിക്കുന്ന അയാളുടെ മൂക്കിന് താഴെയാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത്. ഇന്ന് വാസവൻ വാതുറക്കാത്തത് എന്താണ് എന്നുള്ളതാണ് കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുന്നത്. നിങ്ങളൊന്ന് ഓർമ്മിക്കുക, പുതുപ്പള്ളിയിലോ കോട്ടയത്തോ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ ഉമ്മൻചാണ്ടിയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ ചാണ്ടിയുമ്മനോ പ്രതികൾക്ക് ആവശ്യമായ ശിക്ഷ മേടിച്ചു കൊടുക്കുവാൻ കേരളത്തിൽ ഇത്തരം ഒരു സംഭവം ഒരു കാലത്തും ആവർത്തിക്കാത്ത വിധത്തിലുള്ളതായ ജനകീയ പ്രതിഷേധമുണ്ടാക്കുവാൻ, പ്രതിരോധമുണ്ടാക്കുവാൻ, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടിയ ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ എത്രമാത്രം അവധാനതയോടെ ഇടപെടുമായിരുന്നു എന്നുള്ളിടത്താണ് കടലിൽ കപ്പലിറക്കുന്നിടത്ത്, കടലിൽ പ്ലെയിൻ ഇറക്കാൻ നടക്കുന്ന വാസവൻ തന്റെ മൂക്കിന് താഴെ തന്റെ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായ ഈ അതിപൈശാചികമായ സംഭവത്തെ ഒന്ന് അപലപിക്കാൻ പോലും തയ്യാറായി. ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ നിങ്ങൾ കാണുന്നില്ലേ? വയനാട് പൂക്കോട് വെറ്ററിനറി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച അതിക്രൂരമായ വൈശാചികമായ പീഡനങ്ങൾ, ആ പീഡനങ്ങളുടെ ഒടുവിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് ആ സർവകലാശാലയിലെ പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ല. അത് തന്നെ ഇവിടെയും ആവർത്തിച്ചേനെ. നമ്മുടെ ബഹുമാനരായ MLA-മാർ അവിടെ എത്തി FIR-ന്റെ കോപ്പി വാങ്ങിയില്ലായിരുന്നുവെങ്കിൽ അവിടെ പ്രതികൾക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്ന വിധത്തിൽ പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കി ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സഹായിച്ചേനെ. സിദ്ധാർത്ഥന്റെ കേസിൽ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരു കുട്ടിയുണ്ട്. ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് ആ കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ കുട്ടിയുടെ ഒരു ബന്ധു കേരളമാകെ വിവരക്കേടിലും വാവിട്ട വർത്തമാനത്തിലും ഏറ്റവും അധികം അറിയപ്പെടുന്ന ആളാണ്. അയാളുടെ പേര് MM മണി എന്നാണ്. ചില വിവരദോഷികളെ ആശാൻ എന്ന് വിളിക്കും. തെമ്മാടിത്തരത്തിന്റെ ആശാൻ എന്നാണ് ജനാധിപത്യ കേരളം MM മണിയെ കുറിച്ച് പറയുന്നത്. ആ MM മണിയുടെ ബന്ധുവാണ് സിദ്ധാർത്ഥൻ കേസിൽ പ്രതിസ്ഥാനത്തുനിന്ന് ഒഴിവാക്കപ്പെട്ടയാള്. ഈ കേസിൽ സമയബന്ധിതമായി ഐക്യ ജനാധിപത്യ നേതൃത്വം ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ പലരും ഈ കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടേനെ. സിദ്ധാർത്ഥൻ കേസിൽ പ്രതികൾക്ക് ലഭിച്ച ശിക്ഷ എന്തെന്ന് നിങ്ങൾക്കറിയുമോ? കരുനാഗപ്പള്ളിക്കാരൻ സിൻജോ ജോൺസൺ എന്നൊരു കുട്ടി വയനാട്ടിൽ പോയി പഠിച്ചിരുന്നതാണ്. മറ്റു പ്രതികളൊക്കെയും തെക്കൻ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ്. ആ കുട്ടികൾക്ക് വയനാട്ടിലായിരുന്ന അവരുടെ വിദ്യാഭ്യാസ സൗകര്യം കുറെ കൂടി വീടിനടുത്തേക്ക്, അതായത് മണ്ണൂത്തി വെറ്ററിനറി സർവകലാശാലയിലേക്ക് മാറ്റിക്കൊടുത്തു. അപ്പോൾ ശിക്ഷ എന്താണ്? കട്ടിലേക്ക് കിടന്നവനെ മെത്തയിൽ കടത്തിയതുപോലെയുള്ള ശിക്ഷയാണ് സിദ്ധാർത്ഥൻ കേസിൽ പ്രതികളായവർക്ക് കിട്ടിയത്.
യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മനസ്സാക്ഷി ആഗ്രഹിക്കുന്നത് പേപ്പട്ടികളെ പോലെ ഇവരെ തെരുവിൽ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് കേരളത്തിന്റെ മനസ്സാക്ഷി ആഗ്രഹിക്കുന്നത്. കോടതിയുടെ കുറ്റമാണോ ഇവർക്ക് അർഹമായ ശിക്ഷ നൽകാതെ ഇവരെ വിദ്യാഭ്യാസ രംഗത്തുനിന്ന് ഡിബാർ ചെയ്യാതെ ആ തരത്തിലുള്ള നടപടി ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ ജുഡീഷ്യറിയിലും നിയമ സംവിധാനത്തിലും ഭരണഘടനയിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് തീർച്ചയായും അല്ല. ഈ കാര്യത്തിൽ കുറ്റക്കാരെ നിയമപരമായി നിയമത്തിന്റെ മുമ്പിൽ നിയമത്തിന്റെ ചട്ടക്കൂടിൽ നിർത്തിക്കൊണ്ട് അവരെ നിയമത്തിന്റെ നീതിപീഠത്തിന്റെ മുന്നിലെത്തിക്കേണ്ട പോലീസ് അന്ധന്മാരായ അധികാരികളാൽ നയിക്കപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്ന യാഥാർത്ഥ്യം ഓർമ്മിക്കുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുന്നത്. ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ പ്രിൻസിപ്പാളിനെ സസ്പെൻഡ് ചെയ്തു, വാർഡനെ സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഷനിൽ അവസാനിക്കേണ്ട കുറ്റമാണോ അത്? വാർഡന്റെ ഡ്യൂട്ടി എന്താണ്, ഹോസ്റ്റൽ വാർഡന്റെ ഡ്യൂട്ടി എന്താണ് എന്നറിയാൻ മേലാത്ത സ്ത്രീയാണ് കേരളത്തിന് കപ്പിത്താനുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നത്. അവർക്കിത് കാണാനുള്ള കരുത്തില്ലാത്തത് കൊണ്ട്, അവരുടെ മനസ്സാക്ഷി അനുവദിക്കാത്തത് കൊണ്ട് അവർ ഈ ദൃശ്യങ്ങൾ കണ്ടില്ല, അവർക്കിത് കേൾക്കുവാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഒരു വാർഡനെ ഗവൺമെന്റ് നിയമിക്കുന്നതും ശമ്പളം കൊടുക്കുന്നതും വാർഡന്റെ ഡ്യൂട്ടി സമയം, ഡ്യൂട്ടിയുള്ള ദിവസങ്ങളിൽ 24 മണിക്കൂറാണ് എന്ന യാഥാർത്ഥ്യം കേരളത്തിന്റെ മനസ്സാക്ഷിയുടെ മുമ്പിൽ തമസ്കരിച്ചുകൊണ്ടാണ് ഈ കാര്യത്തിൽ കേരളത്തിലെ സർക്കാർ മുമ്പോട്ട് പോകുന്നത്. കേരളത്തിലെ സർക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്നുള്ള നിലയിൽ പിണറായി വിജയന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ കുട്ടിക്കൂട്ടങ്ങൾ, തെമ്മാടിക്കൂട്ടങ്ങൾ നടത്തുന്ന ഈ പൈശാചികമായ പ്രവർത്തനങ്ങൾക്കെതിരായി കേരളത്തിൽ അലയടിച്ചുയരുന്ന വലിയ വികാരം. പക്ഷേ നിങ്ങളൊന്ന് ഓർമ്മിക്കുക, കേരളത്തിലെ ഇടതുപക്ഷ MLA-യുടെ മകൻ പോലും കഞ്ചാവ് കേസിൽ അകത്തു പോകുന്ന സാഹചര്യം. അപ്പോൾ പിന്നെ ഈ കുട്ടികളെ കുറിച്ച് എന്താ പറയുക? ഇവിടെ പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ മൃഗചികിത്സ പഠിക്കാൻ പോയവരാണ് പീഡനങ്ങൾ നടത്തിയിരുന്നതെങ്കിൽ മനുഷ്യനെ ചികിത്സിക്കേണ്ടവരാണ്. യഥാ രാജ തഥാ പ്രജ എന്നതുപോലെ കേരളത്തിലെ മനസ്സാക്ഷിയുടെ മുമ്പിൽ ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി, നിലപാടോടുകൂടി തങ്ങളുടേതായ ഒരു സ്ട്രാറ്റജി രൂപീകരിച്ച് ആയിരക്കണക്കിന് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ അവരുടേതായ ഒരു രാഷ്ട്രീയം കേരളത്തിൽ നടപ്പാക്കുവാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷ മുന്നണി പ്രവർത്തകരും അവരുടെ പിണിയാളുകളും അവരുടെ അടിമക്കൂട്ടങ്ങളും ഈ ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളുടെ അവസാന കാലഘട്ടങ്ങളുടെ ചരിത്രം ഒന്ന് പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ഓർമ്മിപ്പിക്കുവാനുള്ളത്. അങ്ങനെ കേരളത്തിലും ലോകത്തെമ്പാടും ഉണ്ടായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളുടെ എല്ലാം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മനുഷ്യവിരുദ്ധതയാണ് അവിടെയെല്ലാം മുമ്പിട്ട് നിന്നത്. മനുഷ്യരാകുക, മതങ്ങൾ വിടുക എന്നൊക്കെയുള്ള പാട്ടുകളൊക്കെ പാടി അതൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ പ്രചരിപ്പിച്ച് ആളുകളിൽ ആവേശം കുത്തിവെച്ചു കൊണ്ടുപോകുന്നവർ മനുഷ്യത്വത്തിന്റെ നേരെയുള്ള ഏറ്റവും വലിയ കടന്നുകയറ്റമാണ് എന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിന് നേരെ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ക്യാമ്പസുകളിൽ പഠിക്കണ്ടേ, ഇവിടെ പഠിക്കുവാനുള്ള സാധാരണമായ സാഹചര്യങ്ങൾ ഇവിടെ ക്രമസമാധാന രംഗത്തില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ +2 കഴിയുമ്പോൾ തന്നെ ഈ നാട് വിട്ടുപോകുന്നത്. അപ്പോഴതാ 15 വർഷം മുമ്പായിട്ട് ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ച സ്വകാര്യ സർവകലാശാല പൊടിതട്ടിയെടുത്തുകൊണ്ട് പുതിയ അഴിമതിക്കുള്ള വാതിൽ തുറന്നുകൊണ്ട് വരികയാണ് പിണറായി വിജയൻ. യഥാർത്ഥത്തിൽ ഇവിടെ സ്വകാര്യ സർവകലാശാലകൾക്കപ്പുറത്ത് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുവാൻ ഈ ഗവൺമെന്റ് ഈ നാട്ടിലെ ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ അന്യ രാജ്യങ്ങളിൽ പോയി പഠിക്കുവാൻ, അന്യ സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുവാൻ സാമ്പത്തികവും സാമൂഹികവുമായ പരിതസ്ഥിതികളില്ലാത്ത പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ തലമുറയോട് ഈ ഗവൺമെന്റിന് എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ, ഹോസ്റ്റലുകളിൽ ക്രമസമാധാനം ഉറപ്പുവരും. കേരളത്തിലെ ഗവൺമെന്റ് കോളേജ് ഹോസ്റ്റലുകൾ മുഴുവൻ മയക്കുമരുന്നുകളുടെ ഹബ്ബാണ്. മയക്കുമരുന്നുകളുടെ ഹബ്ബായി നമുക്കറിയാം. MG യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലുകളിലൊക്കെ എത്ര കാലമായി നടക്കുന്ന പണിയാണിതൊക്കെ. അവരുടെ സമ്മേളനങ്ങൾക്ക് ചെന്നില്ലെങ്കിൽ അതിക്രൂരമായ പീഡനം. 90കളുടെ 2ാം പകുതികളിലൊക്കെ ഞങ്ങളൊക്കെ കോട്ടയത്തെ ക്യാമ്പസുകളിൽ പഠിക്കുമ്പോൾ അന്ന് മറ്റൊരു രൂപത്തിലാണ് SFI റാഗിങ് നടപ്പിലാക്കിയിരുന്ന റാഗിങ്. 1ാം വർഷ പ്രീ ഡിഗ്രി കുട്ടികൾ, 1ാം വർഷ ഡിഗ്രി കുട്ടികൾ ഇവരെയെല്ലാം ഭീഷണിപ്പെടുത്തുക,
ക്യാമ്പസിലെ റൗഡി കൂട്ടങ്ങളെ വെച്ച് മർദ്ദിക്കുക. അങ്ങനെ മർദ്ദനം മൂലം ഇവർ പൊറുതിമുട്ടുമ്പോൾ എവിടെ നിന്നെങ്കിലും ഓടി വരുന്ന SFIയുടെ നേതാക്കൾ ഇവരെ അടിച്ചോടിക്കുക. അങ്ങനെ ക്യാമ്പസുകളിലെ വീരപരിവേഷം ഹീറോമാരായി അഭിനയിച്ചുകൊണ്ടാണ് 90കളിലും 2000 മുമ്പും ഒക്കെ SFIയുടെ സഖാക്കന്മാർ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ശുഭ്രപതാക നാട്ടിയത്. അങ്ങനെ നാട്ടിയ ശുഭ്രപതാക ഒരുപാട് പിഴുതെറിഞ്ഞിട്ടുള്ളവരാണ് ഞങ്ങൾ. അങ്ങനെ SFIയുടെ നേതാക്കന്മാർക്ക് തല്ലി വളയ്ക്കാനായി പുതിയ കുട്ടികളെ വിട്ടുകൊടുക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെയെല്ലാം പ്രതിരോധം തീർത്ത ഒരുപാട് ആളുകൾ ഈ വേദിയിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരോട്, ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരോട് പറയുവാനുള്ളത്, ഈ നാട് നമ്മുടേതുകൂടിയാണ്. പീഡിപ്പിക്കപ്പെടുന്ന ഓരോ വിദ്യാർത്ഥിയും എന്റെയും നിങ്ങളുടെയും സഹോദരന്മാരാണ്.